സംഘർഷഭരിതമായി തുടരുകയാണോ പശ്ചിമേഷ്യ? ഇറാൻ ഇസ്രയേൽ ആക്രമണം കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്നൊരു സാഹചര്യം. ഇറാന്റെ പ്രധാന സൈനിക മേധാവിയായ അൽ ഷമുദാനിയെ വധിച്ചതിന് പിന്നാലെ ഇസ്രയേലിലേക്ക് ശക്തമായ പ്രത്യാക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ. ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ പശ്ചിമേഷ്യയിൽ ലഭിക്കുന്നത്. ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും ബിബി കൂടി ചേരുന്നുണ്ട്. അവിടുത്തെ ഒരു പ്രദേശവാസിയാണെന്ന് മനസ്സിലാകുന്നു. ബിബി സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. ഇസ്രയേലിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ബിബി അവിടെ എന്ത് ചെയ്യുകയാണ്? എത്ര കാലമായി ഇപ്പോൾ ഇസ്രയേലിലുണ്ട്? ഞാനിപ്പോൾ 4.25 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. കേൾക്കാമോ? കേൾക്കാൻ സാധിക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാനിപ്പോ ഒരു 4.25 വർഷമായിട്ടുണ്ട്. ഞാനിപ്പോ നാട്ടിൽ ലീവിന് പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു. 11-ാം തീയതി തിരിച്ചു വന്നതേ ഉള്ളായിരുന്നു. വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഇവിടെ വീണ്ടും ഇറാനുമായിട്ടുള്ള യുദ്ധം ഇതിനു മുമ്പേ ഒരു വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ പ്രാവശ്യത്തെ ഇച്ചിരി നമുക്ക് പേടിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. എന്നിരുന്നാലും നമ്മുടെ ഗവൺമെന്റ് നമുക്ക് ഫുൾ സപ്പോർട്ട് കാര്യങ്ങൾ ഗവൺമെന്റ് സൈനിക വിഭാഗത്തിൽ നിന്നാണേലും അതുപോലെ ഹോസ്പിറ്റലേഴ്സ് എല്ലാവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നുകൊണ്ടാണ് നമ്മളെ ഇന്ത്യ പൗരന്മാരെ ഇവരിവിടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വീടുകളിലും ബങ്കറുകളിലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അല്ലാത്ത പ്ലേസുകളിലാണല്ലോ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കൊരു മെസ്സേജ് അലർട്ട് വരുമ്പോഴത്തേനും നമുക്ക് കൈയോട് പെട്ടെന്ന് തന്നെ നമുക്ക് സേഫ് പ്ലേസിലേക്ക് മാറാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. നിലവിൽ ഈ സർക്കാരിന്റെ ഇടപെടലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇന്ത്യൻ പൗരന്മാരടക്കം മറ്റു ദേശങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവർക്ക് വലിയ തരത്തിൽ പിന്തുണയേകുന്നു എന്നാണോ ബിബി പറയുന്നത്? വലിയ നിരത്തിൽ വലിയ നിരത്തിൽ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നാട്ടിലേക്കാൾ കൂടുതൽ സപ്പോർട്ട് നമുക്ക് ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അതുപോലെ നമ്മളെ ഓരോ കാര്യത്തിനും നമ്മുടെ ഓരോരോ ഹോസ്പിറ്റലേഴ്സ് ആണെങ്കിലും നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യമാണ്, എന്ത് കാര്യത്തിലാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് എല്ലാം ആവശ്യത്തിൽ പ്രകാരം സാധനങ്ങൾ ഇപ്പോൾ എല്ലാം ഉണ്ട്. ഒന്നിനും ഒരു ക്ഷാമോ കാര്യങ്ങളോ ഒന്നിനും ഒരു പ്രശ്നങ്ങളും ഇല്ല അവിടെ. പിന്നെ നാട്ടിലൊക്കെ ഓരോരുത്തർ പല മാധ്യമങ്ങളെ പറഞ്ഞോളൂ. ഓക്കെ, നാട്ടിലെ പല മാധ്യമങ്ങളിലായിട്ട് ഇപ്പൊ ഇന്നലത്തെയൊക്കെ ന്യൂസുകളിലൊക്കെ ഏഷ്യാൻ ന്യൂസുകളിൽ 25,000 പേരെയൊക്കെ നാട്ടിലേക്ക് കയറ്റി വിടുന്നു എന്നുള്ളൊരു വ്യാജ പ്രചരണം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഒരുവിധ ന്യൂസുകളും നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനും ഓരോ മേഖലയിൽ മലയാളികൾ പല മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആർക്കും ഇതുവരെ അതുപോലെ ഒരു ന്യൂസ് നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് നമ്മുടെ ഇസ്രായേൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തിനാണ് നാട്ടിലുള്ള ജനങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ നാട്ടിലുള്ള ജനങ്ങൾ ഇല്ലാത്ത ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നതാണ്, കള്ള ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നതാണ് നമുക്കറിയാം. ഈ ഒരു സംഘർഷത്തെ മുൻനിർത്തി വലിയ തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടാൻ പല മാധ്യമങ്ങളും വ്യാജ വാർത്തകൾ പല മാധ്യമങ്ങളും ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഏഷ്യാനിന്റെ ഒരു വ്യാജ വാർത്ത വന്ന് 25,000 പേരെ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വ്യാജ വാർത്ത വന്നത്. അങ്ങനെ ഒരു ന്യൂസ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ആർക്കും അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ ആരുടെയും മൊബൈലിൽ അങ്ങനെ ഒരു ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നും മൊബൈലിലൊന്നും വന്നിട്ടില്ല. നമുക്കിവിടെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാം അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ മൊബൈലിൽ മെസ്സേജ് കാര്യങ്ങൾ ഗവൺമെന്റ് തരുന്നുണ്ട്. നമുക്ക് എന്ത് കേസിനും ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ കൂടെയുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു ആക്രമണങ്ങൾ അത് തന്നെയാണ് ഏറെ വലിയ രീതിയിലൊരു ആശങ്കയെ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലേ? ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണ് എന്നറിയാം. എങ്കിൽ തന്നെയും സേഫായി തന്നെ ഇരിക്കുക എന്നൊരിക്കൽ കൂടി പറയുകയാണ് ബിബി. അതെ, എല്ലാവരും സേഫായി തന്നെയാണ്. എല്ലാവരും പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. നമുക്ക് കഴിവതും എന്താ പറയുന്നത്, നമുക്കൊരു ഒരു ഇത് മിസൈൽ വരുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ നമുക്ക് മൊബൈലിൽ എമർജൻസി അലാർട്ട് വരുന്നുണ്ട്. ആ അലാർട്ട് വരുമ്പോൾ എല്ലാവരുടെയും മൊബൈലിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അന്നേരം തന്നെ എല്ലാവരും സേഫ് പ്ലേസിലേക്ക് മാറിക്കോളാൻ പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഇത് വരുന്നുണ്ട്, മൊബൈലിൽ കിട്ടുന്നുണ്ട്. നമുക്ക് അന്നേരം മാറാനുള്ള സമയം ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ നമുക്ക് സമയമുണ്ട്. നമ്മൾ സേഫ് പ്ലേസിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സംഭവിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ പറയുന്നത്, 100 മിസൈൽ വരുമ്പോൾ അതിൽ 1-2 എണ്ണം ഒക്കെ എവിടെയും പാളിപ്പോകുന്ന രീതി വന്നു വരുന്നതാണ്. അല്ലാതെ എല്ലാമേ ഇവിടെ വരുവാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമേ ഉണ്ടാകത്തില്ല. അത് മൊത്തം അയൺ ഡോമിന്റെ ഇതിലായിട്ട് ഒരുപാട് തടയുന്നുകൊണ്ട് എല്ലാ രീതിയിലും നമ്മുടെ ഗവൺമെന്റ് നല്ല സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. ശരി, നന്ദി ശ്രീ ബിബി. എന്തായാലും സേഫായിരിക്കുക എന്നൊരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. സംഘർഷഭരിതമായിട്ടുള്ള പശ്ചിമേഷ്യയിൽ നിന്ന് ഇസ്രയേലിൽ നിന്നും ബിബിയാണ് ഇപ്പോൾ കേരള ന്യൂസിനൊപ്പം ചേർന്നത്.